ശ്രീ വി ജോയ്. സർ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു തൊഴിൽ മേഖലയാണ് മത്സ്യബന്ധന മേഖല. ഇത്രയും കഠിനമായ ഒരു തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർ വേണ്ടത്ര ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തതിനാലാണ് പല അപകടങ്ങളും മരണത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ആവശ്യകത, ഉപയോഗം എന്നിവയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? സാർ, ഇന്നലെ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ചർച്ചയിൽ നമ്മൾ അവിടെ മാത്രം സ്വീകരിച്ച നടപടികൾ ഭാഗികമായി ഞാൻ പറയുകയുണ്ടായി. സാർ, നമ്മുടെ ഗവൺമെൻറ് വളരെ മികച്ച നിലയിലാണ് ജീവൻ രക്ഷാ സുരക്ഷാ പരിപാടികൾ കേരളത്തിൻ്റെ കടൽ മേഖലയിൽ മത്സ്യമേഖല സ്വീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പലപ്പോഴും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള പ്രാധാന്യമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. സാർ, ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ആവിഷ്കരിക്കുന്ന സുരക്ഷാ പദ്ധതികൾ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഫലപ്രദമായി പല സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഉദാഹരണം, നമ്മളിപ്പോൾ 40,000 ലൈഫ് ജാക്കറ്റുകൾ സൗജന്യമായും 2000-ഓളം ലൈഫ് ബോയികൾ വിവിധ സുരക്ഷാ ഉപകരണങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ ഉൾപ്പെടുത്തി ഇതിനോടകം വിതരണം ചെയ്തു. സാർ, ഈ അപകടം ഉണ്ടാകുന്നതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മത്സ്യബന്ധനത്തിന് ശേഷം കരയിലേക്ക് കടന്നു വരുന്ന സമയത്തും മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ യോഗങ്ങളെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപം പറഞ്ഞാലും അവരുടെ യോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞാൻ പറഞ്ഞ ഒരു കാര്യം, മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും മത്സ്യം പിടിച്ച് തിരിച്ചു വരുമ്പോഴും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം. പക്ഷേ ഭൂരിപക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളി ഉപയോഗിക്കാറില്ല. എന്നാൽ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൗജന്യമായി. ഇതിന് പുറമെ മത്സ്യബന്ധന യാനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇവ കൊണ്ടുപോവുകയോ അതുപോലെ തന്നെ കൃത്യമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സർ, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജീവൻ രക്ഷാ ഉപകരണങ്ങളെ സംബന്ധിച്ച് മതിയായ ബോധവൽക്കരണം നൽകുന്നതിനുള്ള പദ്ധതികൾ ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച് ലഘുലേഖകൾ തയ്യാറാക്കി ചെറു വീഡിയോകളും മത്സ്യത്തൊഴിലാളിയെ ബോധവൽക്കരിക്കുന്നത് തയ്യാറാക്കി തീരപ്രദേശത്ത് നടപ്പാക്കി വരുന്നു. കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, നടപ്പ് വർഷം ഇത്തരത്തിൽ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും ഈ പറഞ്ഞ തരത്തിലുള്ള ലഘുലേഖകളും വീഡിയോകളും തയ്യാറാക്കി മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിന് കൂടുതൽ പ്രാദേശികമായ തലത്തിലേക്ക് സമിതികളടക്കം രൂപീകരിച്ചുകൊണ്ട് അപകടരഹിതമായ മത്സ്യബന്ധനം എന്ന കാഴ്ചപ്പാടിലേക്ക് മത്സ്യത്തൊഴിലാളി എത്തിക്കുക, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അതിന് എല്ലാവരുടെയും നല്ല സഹകരണവും ആവശ്യമാണ്.